ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയ് ശങ്കർ ജെക്കെ മനഃപൂർവ്വം വണ്ടി ഇടിക്കുകയാണ്. ജെക്കെ ആണെങ്കിൽ ബോധമില്ലാതെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോഴേക്കും അവിടെ ആളുകളെല്ലാം കൂടി ചേർന്ന് ജെക്കെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറയുകയാണ്. അപ്പോഴാണ് ആ വഴി അർച്ചന വീട്ടിലേക്ക് സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് ഓട്ടോയിൽ വരുന്നത്. പെട്ടെന്ന് തന്നെ ആ ഓട്ടോ ആളുകളെല്ലാവരും കൂടി നിർത്തുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് വണ്ടി തടഞ്ഞതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ നാട്ടുകാരെല്ലാവരും പറയുന്നുണ്ട്, മാഡം, ഇവിടെ ഒരാൾക്ക് അപകടം പറ്റി ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. അയാളെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, അല്ലെങ്കിൽ അയാളുടെ ജീവന് ഭീഷണിയാണെന്നൊക്കെ നാട്ടുകാരങ്ങനെ പറയാണ്. അർച്ചന അപ്പം തന്നെ അതാരാണെന്നറിയാനായി ഓട്ടോയിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുന്നതും ജെക്കെയാണ് കാണുന്നത്. ജെക്കയെ കണ്ട് അർച്ചന അങ്ങനെ ഷോക്കാവുകയാണ്. ഇയാളോ എന്ന് ചോദിക്കുമ്പോൾ ആ ആളുകളിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, മേഡത്തിന് അറിയോ ഇയാളെ എന്ന്. അർച്ചന ഇപ്പം പറയുന്നുണ്ട് പരിചയമുണ്ട് എന്ന്. അങ്ങനെ ആ ആളുകളെല്ലാവരും കൂടി മേഡത്തിന് പരിചയമുള്ള ആളല്ലേ, ഇയാളെ എത്രയും പെട്ടെന്ന് തന്നെ മേഡം ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് ആ ഓട്ടോയിൽ കയറ്റിയാണ്. അങ്ങനെ അർച്ചന ചോദിക്കുന്നുണ്ട്, നിങ്ങളാരും ഇയാളുടെ കൂടെ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്നുണ്ട്, ഞങ്ങൾക്കാർക്കും ഇയാളെ അറിയില്ല മാഡം, മാഡത്തിന് എന്തായാലും പരിചയമുണ്ടല്ലോ, മാഡം എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന് പറയാണ്. അങ്ങനെ അർച്ചന ആ ഓട്ടോയിൽ കയറി ജെക്കെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, മാഡം ഇത് നമുക്ക് പണിയാവും, ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതോടെ എല്ലാം നമ്മുടെ തലയിലാവും, ചിലപ്പോൾ കേസും കാര്യങ്ങളൊക്കെയുമായി നമ്മളാകെ പെട്ടുപോകും, അല്ലെങ്കിൽ ഇയാളെങ്ങാനും മരിച്ചുപോയാൽ അതും നമ്മുടെ മേലെയാവും കുറ്റമെന്നൊക്കെ ഓട്ടോ ഡ്രൈവർ അങ്ങനെ അർച്ചനയോട് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് അർച്ചന ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ജെക്കെ ആണെങ്കിൽ ബോധമില്ലാതെ അർച്ചനയുടെ തോളത്ത് അങ്ങനെ കിടക്കുകയാണ്. അർച്ചനയാണെങ്കിൽ ജെക്കെയെ കുറെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ആളൊന്നുമില്ലാത്ത ഒരു വിജനമായ സ്ഥലത്ത് ഓട്ടോ നിർത്തി ഓട്ടോ ഡ്രൈവർ അർച്ചനയോട് പറയുന്നുണ്ട്, മാഡം ഇവിടെയൊന്നും ആരുമില്ല, ഇയാളെ നമുക്ക് ഇവിടെ കിടത്തിയിട്ട് പോവാമെന്നങ്ങനെ പറയുകയാണ്. അർച്ചനയാണെങ്കിൽ പെട്ടെന്ന് ജെക്കെ തന്നെ ആ കരിമലക്കുടിയിൽ വെച്ച് രക്ഷിച്ചതെല്ലാം ഓർക്കുകയാണ്. താൻ ഇങ്ങനെ ജീവിച്ചിരിക്കാൻ കാരണം ഇയാളാണെന്ന് അർച്ചനയുടെ മനസ്സങ്ങനെ പറയുകയാണ്. അർച്ചന ഇപ്പോൾ ഓട്ടോ ഡ്രൈവറോട് പറയുന്നുണ്ട്, ഇയാൾ ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് പോകുന്നത് ശരിയല്ല, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് അങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അർച്ചന ചിന്നു പറഞ്ഞതും ഓർക്കുന്നുണ്ട്, എത്ര വലിയ മദ്യപാനിയോ പുകവലിക്കാരനോ ആരുമായിക്കോട്ടെ, എങ്കിലും അയാളുടെ മനസ്സിൽ നല്ലൊരു മനുഷ്യനുണ്ട് എന്ന് ചിന്നു പറഞ്ഞ കാര്യം അർച്ചന അങ്ങനെ ഓർക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അങ്ങനെ ജെക്കെയുടെ തലയിൽ മുറിവുണ്ടായ ഭാഗത്ത് ഫസ്റ്റ് എയ്ഡ് എല്ലാം ചെയ്തുകൊണ്ട് ഡോക്ടർ എന്താണ് പറ്റിയതെന്ന് അർച്ചനയോട് ചോദിക്കുകയാണ്. അർച്ചന ഇപ്പം പറയുന്നുണ്ട്, എന്തു പറ്റിയതാന്ന് അറിയില്ല, റോഡിൽ വീണ് കിടക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. ഡോക്ടർ അപ്പം ചോദിക്കുന്നുണ്ട്, ഇയാൾ മദ്യപിച്ചിട്ടുണ്ടല്ലോ, ഇയാളൊരു മദ്യപാനിയാണോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതെ ഇയാളൊരു മദ്യപാനിയാണ്, നല്ല പുകവലി ശീലമുള്ള ഒരാളുമാണെന്ന് അർച്ചന അങ്ങനെ പറയുകയാണ്. പിന്നീട് ഡോക്ടർ അർച്ചനയോട് പുറത്തേക്ക് നിൽക്കാനായി പറയുകയാണ്. അതിനുശേഷം നഴ്സിനോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ വൈഫാണോ അതേന്ന് ചോദിക്കുമ്പോൾ നഴ്സ് പറയുന്നുണ്ട്, അതേന്ന് തോന്നുന്നു സാർ, മദ്യപാനിയായ ഭർത്താവായതുകൊണ്ട് പറയാനൊരു മടിയുണ്ടെന്ന് തോന്നുന്നു, അതാണെന്ന് നഴ്സ് അങ്ങനെ പറയാണ്. അങ്ങനെ ഡോക്ടർ വീണ്ടും നഴ്സിനോട് പറയുന്നുണ്ട്, എന്തായാലും അയാളുടെ ഭാര്യയിൽ നിന്നും ഇയാളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം വാങ്ങിച്ച് ഒപ്പിട്ട് വാങ്ങണം, എത്രയും പെട്ടെന്ന് തന്നെ വേണമെന്ന് അങ്ങനെ ഡോക്ടർ പറയുമ്പോൾ നഴ്സ് ശരിയെന്ന് പറഞ്ഞ് ഡീറ്റെയിൽസ് വാങ്ങാനായി അർച്ചനയുടെ അടുത്തേക്ക് പോവുകയാണ്. അർച്ചനയാണെങ്കിൽ ആകെ ടെൻഷനോടെ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, അയാളെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലോ, ഇനിയും അയാൾക്ക് വേണ്ടി ഞാൻ എന്തിനാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്, പോവാമെന്ന് കരുതി അർച്ചന അങ്ങനെ ബാഗും എടുത്ത് പോവാനായി നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചിന്നു പറഞ്ഞ കാര്യം വീണ്ടും ഓർക്കുകയാണ്. അങ്ങനെ അർച്ചന വീണ്ടും അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നത്. നേഴ്സാണെങ്കിൽ ജെക്കെയുടെ വൈഫാണ് അർച്ചന എന്ന് കരുതുകയാണ്. അർച്ചനയാണെങ്കിൽ താൻ ആരാണെന്ന് നേഴ്സിനോട് വെളിപ്പെടുത്തുന്നുമില്ല. അങ്ങനെ രണ്ടുപേർക്കുമിടയിൽ ഒരു തെറ്റിദ്ധാരണ വരികയാണ്. നേഴ്സ് എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, മേഡം അയാൾ ബോധമില്ലാതെ ജയകൃഷ്ണൻ എന്ന പേര് പറയുന്നത് കേട്ടു, അതാണോ അദ്ദേഹത്തിന്റെ പേരെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അയാൾ തന്നെ പേര് പറഞ്ഞല്ലോ, അപ്പോൾ അത് തന്നെയാണ് പേരെന്ന് പറയാണ്. അങ്ങനെ നേഴ്സ് ജയകൃഷ്ണന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്ന് പറയാണ്. അങ്ങനെ അർച്ചന അഡ്രസ്സ് എന്ത് പറഞ്ഞു കൊടുക്കുമെന്നറിയാതെ പെട്ടെന്ന് ആ ഹോട്ടലിന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് നേഴ്സ് പറയുന്നുണ്ട്, മേഡത്തിന്റെ റിലേഷൻ എഴുതി പേരും എഴുതി ഇവിടെ സൈൻ ചെയ്ത് തരണം, എങ്കിലേ ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് അയാൾക്ക് തുടങ്ങാനായി കഴിയൂ എന്ന് പറയാണ്. അർച്ചന അപ്പോൾ ചോദിക്കുന്നുണ്ട്, റിലേഷൻ നിർബന്ധമാണോ എന്ന് ചോദിക്കുമ്പോൾ നേഴ്സ് പറയുന്നുണ്ട്, അതെ മേഡം വേണമെന്ന് പറയാണ്. എന്നിട്ട് നേഴ്സ് പറയുന്നുണ്ട്, ശരി മേഡം, ഈ പേപ്പർ കൊണ്ടുപോയി റിസപ്ഷനിൽ കൊടുത്ത് ബില്ലടയ്ക്കണം എന്നങ്ങനെ പറയുമ്പോൾ അർച്ചന അത് റിസപ്ഷനിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അവിടെയുള്ള റിസപ്ഷനിസ്റ്റ് ബില്ല് പേ ചെയ്യാനായി അർച്ചനയോട് പറയാണ് 7200 രൂപ എന്ന്.
ആ റിസപ്ഷനിസ്റ്റ് പറയുമ്പോൾ അർച്ചന ആകെ ഷോക്കാവുന്നുണ്ട്. 7200 രൂപയോ? അത് ഞാൻ തന്നെ അടയ്ക്കണോ? ഇപ്പം തന്നെ അടയ്ക്കണോ എന്നൊക്കെ അർച്ചന അങ്ങനെ ടെൻഷനോട് ചോദിക്കുകയാണ്. ആ റിസപ്ഷനിസ്റ്റ് അപ്പം പറയുകയാണ്, ഇപ്പം തന്നെ അടയ്ക്കണം മാഡം, എങ്കിലേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അർച്ചന ആ ക്യാഷും പേ ചെയ്തുകൊണ്ട് ഫാർമസിയിലേക്ക് പോവുകയാണ്. പിന്നീട് ആ റിസപ്ഷനിസ്റ്റ് ആ പേപ്പർ നോക്കുകയാണ്. അതിലാണെങ്കിൽ അർച്ചന റിലേഷൻ എഴുതിയിട്ടില്ല. മറ്റൊരു നഴ്സിനോട് പറയുന്നുണ്ട്, ആ മാഡം ഇതിൽ റിലേഷൻ എഴുതിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ നഴ്സ് പറയുന്നുണ്ട്, ആ മാഡം എഴുതാൻ മറന്നതായിരിക്കും, വൈഫ് ആയിരിക്കും, വൈഫ് എന്ന് എഴുതിക്കോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അർച്ചനയുടെ പേരിന്റെ അടുത്ത് റിലേഷൻ വൈഫ് എന്ന് എഴുതുകയാണ്. അർച്ചനയാണെങ്കിൽ ഒരുപാട് വൈകിയിട്ടും വീടെത്താത്തത് കൊണ്ട് തന്നെ മഞ്ജു അത് വിളിച്ച് രുക്കുവിനോട് പറയുകയാണ്. രുക്കു ആണെങ്കിൽ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ മഞ്ജുവിനോട് പറയുന്നുണ്ട്, അവിടെയുള്ള ആണുങ്ങൾക്ക് നാവില്ലാത്തത് കൊണ്ടാണ് ചേച്ചി ഇങ്ങനെ നടക്കുന്നത്, അവരെ തിരുത്താനും നേരെയാക്കാനും ആരെ കൊണ്ടും പറ്റില്ല ചേച്ചി എന്ന് രുക്കു അങ്ങനെ പറയുമ്പോഴേക്കും വിജയശങ്കർ അങ്ങോട്ടേക്ക് വരികയാണ്. രുക്കു അപ്പം തന്നെ മഞ്ജുവിനോട് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ പിന്നെ വിളിക്കാം, ഏട്ടൻ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ്. വിജയശങ്കർ ആണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങാതെ ജെക്ക് വണ്ടി ഇടിച്ചതെല്ലാം ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അയാൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അയാൾ തീർന്നു കാണുമോ? ശരിക്കും ഇടിയിട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ അയാൾ തീർന്നില്ലെങ്കിൽ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ പാടില്ല എന്നെല്ലാം വിജയശങ്കർ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. രുക്കു ആണെങ്കിൽ വിജയശങ്കർ എന്താണ് പുറത്തിറങ്ങാത്തത് എന്ന് ആലോചിച്ച് വിജയശങ്കറിന്റെ അടുത്തേക്ക് പോയിട്ട് ഗ്ലാസ്സിൽ തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, ഏട്ടാ എന്താണ് ഇറങ്ങാത്തത്? ഇറങ്ങ്, ഏട്ടൻ എന്തു പറ്റി? ആകെ ഒരു ടെൻഷൻ ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, ഒന്നുമില്ല, ഓഫീസിൽ നിന്നും ഞാനൊരു ഫയൽ എടുക്കാൻ മറന്നു, ഇനിയിപ്പോ അത് എടുക്കാൻ പോണോ എന്ന് ആലോചിക്കുകയായിരുന്നു എന്ന് അങ്ങനെ പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ഇനിയിപ്പോ ഏട്ടൻ പോകുന്നും വേണ്ട, വായോ എന്ന് പറഞ്ഞ് വിജയശങ്കറിനെ വിളിച്ച് അകത്തേക്ക് പോവാനായി നിൽക്കുമ്പോൾ വിജയശങ്കർ ചോദിക്കുന്നുണ്ട്, ചന്ദ്ര എവിടെയെന്ന്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ചേച്ചി അകത്തുണ്ട്, ഇന്ന് നല്ല മൂഡിലല്ല ചേച്ചി, ആരോടും ഒന്നും തന്നെ മിണ്ടുന്നില്ല, ആകെ ഒരു ദേഷ്യമാണ്, ഞാനും വിമലേച്ചിയും കുറേ ചോദിച്ചു, ഒന്നും പറഞ്ഞില്ല, ഏട്ടനൊന്ന് ചോദിച്ചു നോക്ക്, ചിലപ്പോൾ ഏട്ടനോട് തുറന്നു പറയുമെന്ന് രുക്കു അങ്ങനെ വിജയശങ്കറിനോട് പറയാണ്. വിജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, ഇന്ന് ഡെയ്സിയെ വിളിച്ചുകൊണ്ട് അവൾ ഓഫീസിലേക്ക് വന്നിരുന്നു, അപ്പോഴൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ, എന്തായാലും ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അകത്തേക്ക് പോവുകയാണ്. ചന്ദ്രയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. വിജയശങ്കർ ആണെങ്കിൽ ചന്ദ്രയെ കാണുന്നതും, ചന്ദ്രയെ നിനക്കിത് എന്തു പറ്റി, എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ ഒന്നും തന്നെ പറയുന്നില്ല. ചില പ്രശ്നങ്ങളൊന്നും അങ്ങനെ എളുപ്പത്തിൽ തീർക്കാനായി കഴിയില്ല വിജയേട്ടാ എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോൾ വിജയശങ്കർ വിമലയോടും രുക്കുവിനോടൊക്കെ ചോദിക്കുന്നുണ്ട്. അവരും പറയുന്നുണ്ട്, എന്തു പറ്റിയെന്നറിയില്ല, ഞങ്ങൾ എത്രയൊക്കെ ചോദിച്ചിട്ടും ചേച്ചിക്ക് ഒരു പ്രതികരണവുമില്ല എന്ന് പറയുമ്പോൾ വിജയശങ്കറിന് ദേഷ്യം വരികയാണ്. നിങ്ങളാരും ഇനി ഒന്നും ചോദിക്കണ്ട, അവൾക്ക് പറയണമെന്ന് തോന്നുമ്പോൾ പറഞ്ഞോളും, നമ്മളാരും നീ ചോദിക്കാനായി നിൽക്കണ്ട എന്ന് പറയാണ്. ചന്ദ്രപ്പ പറയുന്നുണ്ട്, വിജയേട്ട എനിക്കൊരു സത്യം അറിയണം, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അർച്ചന കൃത്യമായി അറിയുന്നുണ്ട്, എങ്ങനെയാണ് അവൾ അറിയുന്നത്? ഒന്നും അറിയാത്ത ഭാവം നിങ്ങൾ എന്നോട് കാണിക്കരുത്, നിങ്ങളുടെ എല്ലാ തന്ത്രത്തിനും കുതന്ത്രത്തിനും കൂടെ നിൽക്കുന്ന എന്റെ കണ്ണു കെട്ടാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ശിവനെ കാണാൻ പോകാനുള്ള പെർമിഷൻ ക്യാൻസലായ കാര്യം അർച്ചന എങ്ങനെ അറിഞ്ഞു? നമ്മൾ അവിടെ പോയില്ലെന്ന് അർച്ചനയോട് കൃത്യമായി ആരാണ് പറഞ്ഞു കൊടുത്തത്? വീട്ടിൽ നമുക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ കാര്യം വേറെ ആരും പറയില്ലല്ലോ. രുക്കു നീ എന്തായാലും പറയില്ല, പിന്നെ വിമല നീ പറയോ എന്ന് ചന്ദ്രൻ അങ്ങനെ ചോദിക്കുമ്പോൾ വിമല ആകെ ടെൻഷൻ ആവുന്നുണ്ട്. വിമല എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല ചേച്ചി, എനിക്ക് അർച്ചനേച്ചിയോട് കോണ്ടാക്ട് പോലും ഇല്ല, അവരെന്നെ കണ്ടാൽ പോലും മിണ്ടാറില്ല എന്നൊക്കെ വിമല അങ്ങനെ പറയാണ്. ചന്ദ്രപ്പ പറയുന്നുണ്ട്, വിജയേട്ട ആരെയും ഈ കാര്യം പറയാൻ സാധ്യതയില്ല, പിന്നെ വിജയേട്ടനാണോ ഇത് പറഞ്ഞത്? നിങ്ങളുടെയും അർച്ചനയുടെയും ഓഫീസ് അടുത്തടുത്താണല്ലോ, നിങ്ങളും അവളും ഇടയ്ക്കിടയ്ക്ക് കാണാറുമുണ്ട്, ഇതിനിടയിൽ മനസ്സിൽ പിടിച്ചു നിർത്താനാവാതെ നിങ്ങൾ അവളോട് പറഞ്ഞതാണെങ്കിൽ അതെന്നോട് തുറന്ന് സമ്മതിക്കേ എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോൾ വിജയശങ്കറിന് ദേഷ്യം വന്ന് പറയുന്നുണ്ട്, ചീ നിർത്തടി, അനാവശ്യം പറഞ്ഞാൽ നിന്നെ ഞാൻ തല്ലി ശരിയാക്കുമെന്ന് വിജയശങ്കർ അങ്ങനെ പറയുമ്പോൾ ചന്ദ്രയും ദേഷ്യപ്പെടുകയാണ്. പിന്നീട് അവര് രണ്ടുപേരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്കുണ്ടാവുന്നുണ്ട്. വിജയശങ്കർ ചന്ദ്രയെ അടിക്കാനായി പോവുകയാണ്. അപ്പോഴേക്കും രുക്കും വിമലയെല്ലാം അവരെ തടയുന്നുണ്ട്. വിജയശങ്കർ അങ്ങനെ ദേഷ്യത്തിൽ അകത്തേക്ക് പോകുന്ന സമയത്ത് രുക്കു ചന്ദ്രയോട് പറയുന്നുണ്ട്, ചേച്ചി ഏട്ടനെ സംശയിക്കുകയാണോ? ചിലപ്പോൾ അച്ചു തന്നെയാണെങ്കിലോ അർച്ചനേച്ചിയെ ഇതെല്ലാം വിളിച്ചു പറഞ്ഞത് എന്നങ്ങനെ രുക്കു പറയുമ്പോൾ ചന്ദ്രയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. കൂടെ തന്നെ വിമലയും പോകുന്നുണ്ട്. അർച്ചന അങ്ങനെ ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ വാങ്ങി പോകുന്ന സമയത്താണ് അനന്തൻ അർച്ചനയെ വിളിക്കുന്നത്. പിന്നീട് അനന്തൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി ചിന്നു ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്, എന്തു പറ്റി അയാൾക്ക് എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അർച്ചന എല്ലാ കാര്യങ്ങളും അനന്തനോട് അങ്ങനെ പറയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് മഞ്ജുവും രമ്യയും അങ്ങനെ നിൽക്കുന്നുണ്ട്.
മഞ്ജു ആണെങ്കിൽ അർച്ചന ആരെയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നൊക്കെ അറിയാതെ സംശയത്തോടെ അങ്ങനെ എല്ലാം കേട്ട് നിൽക്കുകയാണ്. അനന്തനപ്പോ അർച്ചനയോട് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ അങ്ങോട്ടേക്ക് വരണോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നീ വരുമൊന്നും വേണ്ട, മുകുന്ദൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു, ഞാൻ അവനോട് ഇങ്ങോട്ടേ വരാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവന്റെ കൂടെ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറഞ്ഞ് അർച്ചനയും അനന്തനും കൂടി ജെ കെയുടെ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.